നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഈ മാട്രിമോണിയൽ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഭർത്താക്കന്മാർക്കെതിരെ ഡിവോഴ്സ് കേസ്, അതുപോലെ ചെലവിന് കിട്ടാനുള്ള MC കേസ്, അതുപോലെ സ്വർണവും പണവും ഒക്കെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കേസ്, ഇത്തരം കേസുകളൊക്കെ കുടുംബ കോടതി മുമ്പാകെ ഫയൽ ചെയ്യും. അപ്പം ഈ റിക്കവറി ഓഫ് ഗോൾഡ് ആൻഡ് മണി, സ്വർണവും പണവും ഒക്കെ തിരികെ കിട്ടുന്നതിന് ഫയൽ ചെയ്യുന്ന കേസിനോടൊപ്പം തന്നെ അവരൊരു സത്യവാങ്മൂല ഹർജിയും കൂടെ ഫയൽ ചെയ്യും, ഒരു കണ്ടീഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്തരം കേസ് ഫയൽ ചെയ്യുമ്പം തന്നെ എതിർകക്ഷികളായിട്ട് ഭർത്താവ് മാത്രമായിരിക്കില്ല, ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പല കേസുകളിലും ഉണ്ടാവും. ഭർത്താവിൻ്റെ പേര് ചിലപ്പം പ്രോപ്പർട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ പ്രോപ്പർട്ടി ഈ കേസിൽ ഷെഡ്യൂൾ ചെയ്യും. ഭർത്താവിൻ്റെ പേരിലുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ, ഭർത്താവിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് അത്തരം കേസുകളിൽ കോടതി ഒരു കണ്ടീഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ മിക്കവാറുമുള്ള കേസുകളിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കണ്ടീഷണൽ ഓർഡർ ഓഫ് അറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഓർഡർ കൈ കിട്ടുമ്പോൾ മാത്രമായിരിക്കും നമുക്കറിയാൻ സാധിക്കുന്നത്, അയ്യോ ഇങ്ങനൊരു കേസ് പോയി. അപ്പോൾ ഒരു മാട്രിമോണിയൽ ഇഷ്യൂസും ഡിസ്പ്യൂട്ട്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കേസ് വരാൻ സാധ്യതയുണ്ടെന്നും നമുക്കൊരു സംശയവും ആപ്രഹെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു അഡ്വക്കേറ്റിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഏത് കോടതിയിലായിരിക്കും കേസ് വരാൻ സാധ്യത. ഇപ്പോൾ കുടുംബ കോടതി എന്ന് പറഞ്ഞാൽ കല്യാണം നടന്ന സ്ഥലത്ത് പരിധിയിൽ വരുന്ന കുടുംബ കോടതിയിലാവാം. അത് ഏത് വില്ലേജിലാണ് കല്യാണം നടന്ന ഓഡിറ്റോറിയം ആണെങ്കിൽ ഓഡിറ്റോറിയം ഏത് വില്ലേജിലാണ് ആ വില്ലേജിൽ ഉൾപ്പെട്ട് വരുന്ന അധികാരപരിധി വരുന്ന കോടതിയാവാം. ഹർജികക്ഷി താമസിക്കുന്ന ഏത് വില്ലേജാണോ ആ വില്ലേജിൻ്റെ പരിധി വരുന്ന കോടതിയാവാം. എതിർകക്ഷി താമസിക്കുന്ന ഏത് വില്ലേജാണോ അങ്ങനെ വരാം. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും അവസാനമായി ഒരുമിച്ച് താമസിച്ച ഏത് സ്ഥലത്താണ്, അത് ഏത് വില്ലേജാണ് ആ വില്ലേജിൻ്റെ പരിധി വരുന്ന കോടതിയാവാം. ഇതൊന്നുമല്ല, ചിലപ്പം ഇവർ ഹർജികക്ഷി ജോലി സംബന്ധമായിട്ട് മറ്റെവിടെയെങ്കിലും ആണ് കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിധിയിൽ വരുന്നതും ആകാം. ഈ പറയുന്ന കേസ് വരാൻ സാധ്യതയുള്ള കോടതി മുമ്പാകെ നമ്മളൊരു കാവിയറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കേസിൻ്റെ കോപ്പീസ് എല്ലാം കിട്ടും. നമ്മുടെ വക്കീലിന് ഇതിൻ്റെ കോപ്പീസ് എല്ലാം കിട്ടും. നമ്മളുടെ ഭാഗം കൂടെ കേട്ടിട്ട് മാത്രമേ കോടതി ഇതിനകത്തൊരു ഉത്തരവ് പാസ്സാക്കത്തുള്ളൂ. നമ്മുടെ ഭാഗം കേൾക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കവിടെ കിട്ടുന്നത്. അതായത് നമുക്ക് എന്താ പറയാനുള്ളതെന്ന്, ഇപ്പോൾ അതൊരു ജെന്യൂൻ കേസല്ല, യാതൊരു തെളിവും ഇല്ല, പക്ഷേ നമ്മുടെ കയ്യിൽ എവിഡൻസൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ ഗോൾഡൊക്കെ പെൺകുട്ടിയുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള നമുക്കൊരു കേസിന് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനകത്തൊരു ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാനും അതിനകത്തൊരു വാദം കേട്ടിട്ടല്ലേ കോടതി തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ ഫേക്ക് കേസൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഓർഡർ തന്നെ ലഭിക്കത്തില്ല ഹർജി കക്ഷിക്ക്. അപ്പോൾ അതിനൊരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കാവിയറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കാവിയറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് 90 days ആണ് അതിന് വാലിഡിറ്റി. സിവിൽ പ്രൊസീജിയർ കോഡ് 148A സെക്ഷൻ പ്രകാരമാണ് നമ്മൾ ഈ കാവിയറ്റ് ഫയൽ ചെയ്യുന്നത്. കാവിയറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും നമുക്ക് നമ്മുടെ ഭാഗവും കൂടെ പറയാൻ. നമ്മുടെ ഭാഗവും ഇരുഭാഗവും വാദം കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഉത്തരവ് വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഉത്തരവ് ആദ്യമെങ്കിലും ലഭിക്കും. ഉത്തരവിൻ്റെ കോപ്പി കിട്ടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഈ വിവരം അറിയുന്നത്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റിക്കവറി ഓഫ് മണി ആൻഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് മാത്രമല്ല ഫയൽ ചെയ്യാൻ സാധിക്കുന്നത്. ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കെതിരെ റിക്കവറി ഓഫ് ഗോൾഡ് ആൻഡ് മണിക്ക് വേണ്ടി കൊടുക്കാം. വിവാഹത്തിന് ശേഷം എത്രയോ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് ഒരുപാട് ഗോൾഡൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ കാറ് മേടിച്ച് കൊടുത്തിട്ടുണ്ടാവും, പ്രോപ്പർട്ടീസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ വലിയ എമൗണ്ട്സ് ഒക്കെ ബാങ്കിൽ അയച്ചു കൊടുക്കുമല്ലോ, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ ചിലരുണ്ടല്ലോ, അവരുടെ ഏർണിങ്സ് മൊത്തം ചിലപ്പോൾ ഭാര്യയുടെ പേരിലെ അക്കൗണ്ടിലായിരിക്കും അയച്ചു കൊടുക്കുന്നത്. ഇപ്പം നോർമൽ വീട്ടു ചിലവിനുള്ള അയച്ചു കൊടുക്കുന്ന കാശൊന്നുമല്ല റിക്കവറി ആയിട്ട് ഞാൻ പറയുന്നത്. അല്ലാതൊരു വലിയ എമൗണ്ട്സ് ഒക്കെ വരുമല്ലോ ഭർത്താക്കന്മാർക്ക്, അതൊരു നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. ഇത്രയും ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട് ഭാര്യയ്ക്ക്, ഇത്രയും ഗോൾഡ് മേടിച്ചതിൻ്റെ ബില്ലുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി മേടിച്ചതിന് നമുക്ക് സോഴ്സ് ഉണ്ട്. അങ്ങനെ എന്തായാലും കാറ് മേടിച്ചെങ്കിൽ ആ കാറ് നമ്മളാണ് വാങ്ങിച്ചത്, ഭാര്യയുടെ പേർക്ക് വാങ്ങിച്ചതായിരിക്കാം, പക്ഷേ അതിൻ്റെ ഫുൾ മണിയും നമ്മൾ കൊടുത്തതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കെതിരെ റിക്കവറി ഓഫ് മണി സ്യൂട്ട്സ് ഫയൽ ചെയ്യാം. ഭാര്യമാരുടെ പേരിൽ നമുക്ക് പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തും കണ്ടീഷണൽ അറ്റാച്ച്മെൻറ്റൊക്കെ ചോദിച്ചുകൊണ്ട് ഹർജികളൊക്കെ ഫയൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനൊരു കേസ് വന്നാലും നമുക്ക് ഇത് കണക്കൊരു കാവിയറ്റ് പെറ്റീഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഭാര്യമാർക്കൊരു കാവിയറ്റ് പെറ്റീഷൻ ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ ഭർത്താക്കന്മാർ ഫയൽ ചെയ്യുന്ന കേസിലും ഇരുഭാഗം വാദം കേട്ടിട്ട് മാത്രമേ ഉത്തരവ് കോടതി പാസ്സാക്കത്തുള്ളൂ.